Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് നെക്സ്റ്റ് വരാനുള്ളത്. സോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു അക്കാഡമിക് ഇയർ അഡ്മിഷൻ എടുത്തുള്ള കുട്ടികൾ ഒരുപാട് ദിവസങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ്. എന്ന് മുതലാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതുപോലെ തന്നെ എക്സാമിനേഷൻ ടിപ്സ്, ദെൻ ഈ എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പല കുട്ടികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി പഠിച്ച് ഡിഗ്രി ഫിനിഷ് ചെയ്ത് MCOM ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഡിഗ്രിക്ക് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് പഠിച്ച് പാസ്സായി MCOM ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. ദെൻ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. സോ ഇവർക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടെന്നുള്ളതാണ്. ഏത് രീതിയിലുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയാറുള്ളതാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാക്കാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ. ബിക്കോസ് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ട് നമുക്ക് 35 മാർക്ക് മതി. സോ ഡിഗ്രിക്കൊക്കെ ഇൻറ്റേർണൽ ഇപ്പോൾ റെഗുലർ സ്റ്റുഡൻസിനൊക്കെ 20 ചിലപ്പോൾ 18 മാർക്ക് കോളേജിൽ നിന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാലൻസ് വളരെ കുറച്ച് മാർക്ക് 10-17 മാർക്ക് 80 എഴുതി മേടിച്ചാൽ ഏതു കുട്ടിയും പാസ്സാകും. സോ ആ ഒരു രീതിയാണ് നമ്മൾ ഡിഗ്രിക്ക് കണ്ടിട്ടുള്ളത്. ആർക്കും ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും ഒന്ന് ശ്രദ്ധിച്ചാൽ. അതേ സെയിം പരിപാടി തന്നെയാണോ MCOMന് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ല, ഒരുപാട് മാറ്റങ്ങൾ ഇവിടെയുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഇവിടെ മാർക്സ് അല്ല സിസ്റ്റം, നമുക്ക് വെയിറ്റേജ് ആണ്. സോ ഓരോ ചോദ്യങ്ങളും ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സെമസ്റ്ററിലെ 5 സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ആക്സസ് ചെയ്യാം. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാം, നല്ല മാർക്ക് മേടിക്കാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സൊക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിലെ ആദ്യത്തെ, നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദെൻ അതിൽ വെയിറ്റേജ് സിസ്റ്റം ആണ്. അപ്പോൾ വെയിറ്റേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഇൻറ്റേർണലും എക്സ്റ്റേണലും രണ്ടും കൂടി പാസ്സായാൽ മതിയോ? ഇതാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 5 സബ്ജക്ട്സ് ആണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്പർ 1 അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, നമ്പർ 2 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്, ദെൻ ബിസിനസ് എൻവയോൺമെൻറ്റ്, ദെൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ മാനേജ്മെൻറ്റ് പേപ്പർ. അപ്പോൾ ഇങ്ങനെ 5 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, ഒരുപാട് ഡെപ്തിൽ കവർ ചെയ്യാനുള്ള പേപ്പേഴ്സ് തന്നെയാണത്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടി പാസ്സാകുന്ന പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എക്സ്റ്റേണലിൽ മിനിമം പാസ്സാകണം. ദെൻ ഇൻറ്റേർണലിൻ്റെ മാർക്കും ആഡ് ചെയ്തിട്ടാണ് ടോട്ടൽ മാർക്ക് ഇടുക. ബട്ട് എക്സ്റ്റേണലിൽ നിങ്ങൾ മിനിമം മാർക്ക് മേടിച്ച് പാസ്സായാൽ മാത്രമേ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡിഗ്രിയുടെ ഒരു ഈസിനെസ് ഇവിടെ ഇല്ല. നമുക്ക് എക്സ്റ്റേണലിൽ മിനിമം പാസ് മാർക്ക് ഉണ്ടായിരിക്കണം. ഇൻറ്റേർണലിൽ മിനിമം പാസ് മാർക്ക് വേണമെന്ന് നിർബന്ധമില്ല. ബട്ട് ഇൻറ്റേർണലിൻ്റെ മാർക്കും കൂടിയും ആഡ് ചെയ്തിട്ടായിരിക്കും ടോട്ടൽ മാർക്ക് ഉണ്ടാവുക. അപ്പോൾ ആദ്യത്തെ പരിപാടി മനസ്സിലായെന്ന് വിചാരിക്കണം. ദെൻ നമ്മുടെ മാർക്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിലോട്ട് പോകാൻ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ പേപ്പറാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ടോട്ടൽ ഇതിന് 30 വെയിറ്റേജ് ആണ് വരാം കേട്ടോ. മാക്സിമം വെയിറ്റേജ് എന്ന് പറയുന്നത് 30 വെയിറ്റേജ് ആണ്. ദെൻ ഓരോ പാർട്ടിലും നമുക്ക് ഉള്ള ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നെക്സ്റ്റ് പോകാം. ഇപ്പോൾ പാർട്ട് എയിൽ
7 ചോദ്യങ്ങളാണ് നമുക്ക് വരിക. ഒരു ചോദ്യത്തിന് 2 വെയിറ്റേജ് ആണ്. നമ്മൾ മിനിമം 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് പാർട്ട് എ. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരുന്നത്. അപ്പോൾ എന്താണ്, പാർട്ട് എയിൽ 7 ചോദ്യങ്ങളാണ് വരിക. ദെൻ 7 ചോദ്യങ്ങളിൽ നമ്മൾ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യത്തിന് 2 വെയിറ്റേജ് ആണ് വരിക. സോ 4 × 2 8 വെയിറ്റേജ് ആണ് ഫസ്റ്റ് പാർട്ട്. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയും ടോട്ടലായിട്ട് 7 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ആ 7 ചോദ്യങ്ങളിൽ നിന്ന് 4 ചോദ്യങ്ങൾ നമുക്ക് എഴുതണം. ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ് ആണ് വരിക. ഓക്കെ, ഇതാണ് പാർട്ട് ബി. ഇനി എസ്സേയിലോട്ട് പോകുന്ന സമയത്ത് 5 വെയിറ്റേജ് ആണ്. 4 എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് തരും. അതിൽ 2 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 5 വെയിറ്റേജ്. സോ 5 × 2 10 വെയിറ്റേജ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ പാർട്ടിലും എന്താണ് വെയിറ്റേജിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 8, സെക്കൻഡ് പാർട്ടിൽ 4 × 3 12, 12ഉം 8ഉം 20, ദെൻ ലാസ്റ്റ് പാർട്ടിൽ 10. ഇങ്ങനെ ടോട്ടല് 30 വെയിറ്റേജ് ആണ് വരുന്നത് എക്സ്റ്റേണൽ ആയിട്ട്. ഇതെന്താണ്, എക്സ്റ്റേണൽ ആണ്. ഇൻറ്റേണൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ടീച്ചേഴ്സ് കോളേജിൽ നിന്ന് കൊടുക്കും. ദെൻ ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന കുട്ടികൾക്ക് 20 മാർക്ക് MCQ പാറ്റേൺ. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാം എന്താണ് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് ഓരോ സബ്ജക്റ്റിനും. അതിൽ 100-120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് 20 ചോദ്യങ്ങൾ തന്നെയാണ് വരിക. സോ അത് മാക്സിമം ഫുൾ മാർക്ക് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് നമ്മുടെ ടോട്ടൽ മാർക്കിൽ അത് റിഫ്ലക്റ്റഡ് ആവും. ഓക്കെ, ഇൻറ്റേർണല് മിനിമം പാസ്സാകണമെന്ന് നിർബന്ധമില്ല. ബട്ട് എക്സ്റ്റേണലിൽ മിനിമം പാസ് മാർക്ക് വേണം. എങ്കിൽ നെക്സ്റ്റ് എങ്ങനെയാണ് ഈ വെയിറ്റേജ് സിസ്റ്റം, ഇതിലെങ്ങനെയാണ് മാർക്ക് ഇടുന്നത് എന്നുള്ളത് നമുക്ക്, മാർക്കല്ല ഗ്രേഡിംഗ് സമ്പ്രദായമാണ്, വെയിറ്റേജ് ആണ്. അത് നമുക്ക് നോക്കാം. 2019 മുതലാണ് ഈ ഒരു സിസ്റ്റം വന്നേ. അപ്പോൾ 30 വെയിറ്റേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. വാല്യുവേഷൻ ഗൈഡ് ലൈൻസ് ആസ് പെർ PG റെഗുലേഷൻസ് 2019. 2019 മുതൽ ഇപ്പോൾ വരെ ഈ ഒരു സെയിം റെഗുലേഷനാണ് ഫോളോ ചെയ്യുന്നത് വാല്യുവേഷന് വേണ്ടി. അപ്പോൾ മാക്സിമം വെയിറ്റേജ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 150 ആണ്. മാക്സിമം വെയിറ്റേജ് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും 30 × 5 അങ്ങനെയാണ് 150 മാക്സിമം വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന മാക്സിമം ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 5 ഗ്രേഡ് പോയിന്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ടിൽ ഒരു ചോദ്യം 2 വെയിറ്റേജിൻ്റെ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തു, നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് 2 വെയിറ്റേജ് ഇട്ടു നോക്കുക. അപ്പം 2 വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2 × 5. നിങ്ങൾക്ക് ഫുള്ളാണെങ്കിൽ ഇവിടെ ഗ്രേഡ് നോക്കിയാൽ കാണാം. A+ ആണെങ്കിൽ ടീച്ചർ ഇട്ടുള്ളത് അതിന് ഗ്രേഡ് പോയിന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 5 ഗ്രേഡ് പോയിന്റ് ആണ്. A ആണെങ്കിൽ 4, ആവറേജ് ഒക്കെ ആണെങ്കിൽ B ആണെങ്കിൽ 3, അങ്ങനെ വരും. നിങ്ങൾ ചെയ്തത് എഴുതിയിരിക്കണതൊക്കെ തെറ്റാണെങ്കിൽ E ആയിരിക്കും വരിക 0. അപ്പോൾ ഒരു വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാ, 5 ആണ്. നോട്ട് മാർക്സ്, ഗ്രേഡ് പോയിന്റ് ആണ് ഇവിടെ വരുന്നത് 5. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം നിങ്ങളുടെ എഴുതിയത് ഫുള്ളായിട്ട് ശരിയാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണെങ്കിൽ 2 × 5 10 ഗ്രേഡ് പോയിന്റ്സ് ആണ് ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കുക ഫുള്ളി ശരിയാവുകയാണെങ്കിൽ. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങളുടെ പാർട്ട് എയിലെ 4 ചോദ്യങ്ങളും ശരിയാണെങ്കിൽ 8 ഗ്രേഡ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ, 8 വെയിറ്റേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ 8 × 5 40 ഗ്രേഡ് പോയിന്റ് നമുക്ക് പാർട്ട് എയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സിസ്റ്റം. ഇവിടെ നോട്ട് മാർക്സ് ഗ്രേഡിംഗ് സിസ്റ്റമാണ്, വെയിറ്റേജ് ആണ്. വെയിറ്റേജിനെ നമുക്ക് ഗ്രേഡ് പോയിന്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. മാക്സിമം ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 150 ആണ്. ഈ 150 എത്ര
ഗ്രേഡ് പോയിന്റ് നമുക്ക് ജയിക്കാൻ വേണ്ടി വേണം എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ അതിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിയേ, 3 പാർട്ട് എ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 4 ക്വസ്റ്റ്യൻ വരും, അതിൽ 7 ക്വസ്റ്റ്യൻ വരും. പാർട്ട് എയിൽ 4 എണ്ണം എഴുതണം. ഒരു ക്വസ്റ്റ്യന് 2 വെയിറ്റേജ് ആണ് വരാം. അപ്പം നിങ്ങൾക്ക് A+ ഗ്രേഡ് കിട്ടണമെങ്കിൽ എന്താ, 2 × 5 10 ഗ്രേഡ് പോയിന്റ് ലഭിക്കും. വെയിറ്റേജ് ഗ്രേഡ് പോയിന്റ്, വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയാം. അതുപോലെ പാർട്ട് 2-ലാണെങ്കിലും 7 എണ്ണത്തിൽ 4 എണ്ണം എഴുതണം. ഒരു ചോദ്യത്തിന് 3 വെയിറ്റേജ് ആണ് വരാം. പാർട്ട് 3-ൽ 4 ചോദ്യങ്ങളിൽ 2 എണ്ണം വേണം. ഒരു ചോദ്യത്തിന് 5 വെയിറ്റേജ് ആണ് വരാം. ഇതാണ് 3 പാർട്ടിലും. ഇനി നമ്മുടെ ടോട്ടൽ മാർക്സിൻ്റെ ഡീറ്റെയിൽ, ഗ്രേഡ് പോയിന്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ മനസ്സിലാക്കാം. വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് സീലിംഗ് ബേസ്ഡ് ഓൺ 10 പോയിന്റ് സ്കെയിലാണ്. ദിസ് മേ ചേഞ്ച് ഇൻ ദി ഫൈനൽ കൺസോളിഡേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, O എന്ന് പറഞ്ഞ ഗ്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, O മീൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് 128-നേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം. 128 ഔട്ട് ഓഫ് 150 ഗ്രേഡ് പോയിന്റ് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് 128-നേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരിക്കും ഗ്രേഡ്. A+ ആണെങ്കിലോ എക്സലൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 113 ഗ്രേഡ് പോയിന്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എക്സലൻ്റ് ആണ്. വെരി ഗുഡ് A ആണെങ്കിൽ 98-നേക്കാൾ കൂടുതലാവണം ഒരു പേപ്പറിൽ. B+ ഗുഡ് 83-നേക്കാൾ കൂടുതലാണെങ്കിൽ B+, എബവ് ആവറേജ് B 75-നേക്കാൾ കൂടുതലാണെങ്കിൽ C ആവറേജ് 68, ദെൻ P ആണ് പാസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ഗ്രേഡ് പോയിന്റിൽ 60 ഗ്രേഡ് പോയിന്റ്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നിങ്ങൾ പാസ്സാകുകയുള്ളൂ. മനസ്സിലാവുണ്ടോ? 180 ഗ്രേഡ് പോയിന്റിൽ 60 ഗ്രേഡ് പോയിന്റ് നിങ്ങൾക്ക് സ്കോർ ചെയ്താൽ, മാർക്കല്ല ഗ്രേഡ് പോയിന്റ്, ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസൊക്കെ, സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. 180-ൽ 60. ഓക്കെ, അതിനേക്കാൾ താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഫെയിലായി. ഇതാണ് ടോട്ടൽ നമ്മുടെ മാർക്ക് ഇടുന്ന സിസ്റ്റം. ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മിനിമം പാസ്സാകണമെങ്കിൽ 60 ഗ്രേഡ് പോയിന്റ് സ്കോർ ചെയ്യണം. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പോസിബിളാണ്. മിനിമം വേണം എക്സ്റ്റേണലിൽ, ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയിട്ടല്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചു പഠിക്കണം. ഇനി നെക്സ്റ്റ്, ഓരോ പാർട്ടിലും എത്രത്തോളം എഴുതണം, ഇതാണ് നെക്സ്റ്റ് ചോദ്യം. പല കുട്ടികൾക്കും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഗ്രേഡ് പോയിന്റിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് മാർക്കാണെന്ന് വിചാരിച്ചിട്ട് 10 മാർക്കിനുള്ളത് എഴുതണോ 2 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എന്നാണ് പല കുട്ടികളും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. ടീച്ചേഴ്സിനും ഇതിനെപ്പറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഐഡിയ ഇല്ലാണ്ട് അവർക്കും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് നെക്സ്റ്റ് കാണാം. 3 പാർട്ടിലും എത്രത്തോളം എക്സാമിന് ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് സാധാരണ സിസ്റ്റം അല്ല, കഴിഞ്ഞ പ്രാവശ്യം മുതൽ പാറ്റേൺ മാറിയിട്ടുണ്ട്. ബാർകോഡ് ബേസ്ഡ് സിസ്റ്റമാണ്. ഒരു ബുക്ക്ലെറ്റ് ആണ് തരാൻ നിങ്ങൾക്ക്. ബാർകോഡ് അതിലുണ്ടായിരിക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അതിൽ. ഇപ്പോൾ PSC എക്സാമിനൊക്കെ നമ്മൾ അല്ലേ, അപ്പോൾ അങ്ങനെ ബാർകോഡ് സിസ്റ്റമാണ് വരുന്നത്. ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക, ആ ബുക്ക്ലെറ്റിൽ നമുക്ക് എഴുതാൻ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ട്. കുറച്ചും കൂടി പെട്ടെന്ന് റിസൾട്ട് വരും. അപ്പോൾ ബാർകോഡ് സിസ്റ്റം ആണെന്നുള്ളത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതിൽ വരുന്ന ചോദ്യങ്ങൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഡിറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ ഷോർട്ട് മാർക്കിന് നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വരാം. സോ ആ ചോദ്യത്തിന് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് മാത്രമാണ്. അതിൽ കൂടുതൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലാവുണ്ടോ? ഇപ്പം ഞാൻ നേരത്തെ എൻവയോൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇതിനായിട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2019 ഒരു പേപ്പർ നോക്കിയേ. പാർട്ട് എയിൽ വാട്ട് ഈസ് ഫിസ്ക്കൽ പോളിസി, എന്താണ് ഫിസ്ക്കൽ പോളിസി,
എക്സിം ബാങ്ക് എന്താണ്, SLR എന്താണ്, കാർബൺ ക്രെഡിറ്റ് എന്താണ്. അപ്പോൾ ഒക്കെ ഡിറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യത്തിന് അതിനുള്ള ഡിറക്റ്റ് ആൻസർ മാത്രമേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒറ്റ പാരഗ്രാഫ് ഒരു 4-5 സെൻറ്റൻസുകൾ അതിൽ എഴുതി കഴിയുമ്പോൾ തന്നെ ഒരു പാരഗ്രാഫ് ആവും. ഫിസിക്കൽ പോളിസി എന്താണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം. എക്സിം ബാങ്ക് എന്താണ്, അതല്ലാണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. 2 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് അത്രയേ ഉള്ളൂ. സാധാരണ ഒരു 5-6 സെൻറ്റൻസ്, മാക്സിമം ഒരു 5 സെൻറ്റൻസ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു പാരഗ്രാഫ്, അത്രേ ആവശ്യമുള്ളൂ. ഇപ്പം ഡിഗ്രിക്ക് 2 മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ 2 സെൻറ്റൻസ് എഴുതിയാൽ കിട്ടും. ഇവിടെ കുറച്ചും കൂടി എന്താ വരും, കൂടുതൽ എഴുതാം. ദാറ്റ്സ് ഓൾ. ബിക്കോസ് 2 മാർക്സിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് മാത്രം. അതല്ലാണ്ട് നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനോ അതിനെ പറ്റിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. വാട്ട് ഈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. വല്ലാണ്ട് ചുരുക്കരുത്. ഒരു പാരഗ്രാഫിൽ അത് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് 2 വെയിറ്റേജ് കിട്ടിയിരിക്കും. അതല്ലാണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിച്ച് 2 വെയിറ്റേജ് എന്ന് പറയുമ്പോൾ അത് 10 മാർക്കാണ്. നോട്ട് 10 മാർക്കല്ല ഇത്. അതിനെ ഗ്രേഡിലോട്ട് മാറ്റുമ്പോൾ മാക്സിമം സ്കോറാണ് 5 × 2 10 ഗ്രേഡ് പോയിന്റ്. അപ്പം അത് മനസ്സിലാക്കാം. പാർട്ട് എയിലുള്ള ചോദ്യങ്ങൾ ഷോർട്ട് ആൻസേഴ്സ് ആണ്. ഏറ്റവും ചെറിയ ചോദ്യങ്ങൾക്കുള്ള ആൻസറുകൾ എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക, ഒരു പാരഗ്രാഫ്. ഇനി പാർട്ട് ബിയിലോട്ട് പോണ സമയത്ത് നമ്മൾ സാധാരണ ഡിഗ്രിയൊക്കെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ എന്താ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അവിടെ വേണ്ടി വരും. അങ്ങനത്തെ ചോദ്യങ്ങളാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആൻസർ കൊടുക്കണം. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ്, ഇപ്പോൾ ഞാൻ ആ സെയിം പേപ്പറിലോട്ട് പോവുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്, വാരിയസ് ഫിസിക്കൽ പോളിസീസ്, അവിടെ കണ്ടോ എക്സ്പ്ലെയിൻ. നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ഒരു പുറം ചിലപ്പോൾ അതിനായിട്ടും കൂടുതൽ ആ ചോദ്യത്തിൻ്റെ രീതി അനുസരിച്ച്. അപ്പോൾ ഫീച്ചേഴ്സാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഫീച്ചേഴ്സ് ചിലപ്പോൾ ഒരു 8-9 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു പുറത്തിനായിട്ടും കൂടുതൽ നമ്മൾ എഴുതേണ്ടി വരും. മനസ്സിലാവുണ്ടോ? ഒരു 1.5 പുറയോ അത്രയ്ക്കൊക്കെ നമുക്ക് എഴുതാനുള്ള സ്കോപ്പ് ആ ചോദ്യത്തിനുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ കൊടുക്കുക. സാധാരണ ഷോർട്ട് ആൻസർ, ഷോർട്ട് എസ്സേ എന്നല്ല പറയാം ഇതിന്, ഷോർട്ട് എസ്സേ എഴുതുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇതിനെ പ്രസൻറ്റ് ചെയ്യുക. ആ ചോദ്യം നിങ്ങൾ പഠിച്ചപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണോ ഉള്ളതെങ്കിൽ കൊടുക്കാം. അതല്ലാണ്ട് ഇത് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ കുത്തി നിറച്ച് ഗ്യാസ് അടിച്ച് കയറ്റി വെക്കരുത്. ഓക്കെ. ദെൻ എസ്സേ വരുമ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ എസ്സേ പ്രസൻറ്റ് ചെയ്യണ പോലെ 2.5 പുറം അല്ലെങ്കിൽ 3 പുറം പ്രോബ്ലം ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഇതിലൊന്നും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ആസ് യൂഷ്വൽ പ്രസൻറ്റേഷൻ. മനസ്സിലാവുണ്ടോ? 2 വെയിറ്റേജിനാകുമ്പോൾ ഒരു പാരഗ്രാഫ്, പാർട്ട് ബിയിലാവുമ്പോൾ ആ ചോദ്യത്തിൻ്റെ സ്കോപ്പ് അനുസരിച്ച് പ്രസൻറ്റ് ചെയ്യുക. എസ്സേ ആകുമ്പോൾ നമ്മൾ എന്തായാലും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പ്രസൻറ്റേഷൻ. അപ്പോൾ ഡൗട്ട് അവിടെ വേണ്ട. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓരോ സബ്ജക്റ്റിനെയും എങ്ങനെ അപ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പോലെ ഒരു തട്ടിക്കൂട്ട് പഠിത്തം ഇവിടെ പോസിബിൾ അല്ല. ഡിഗ്രിക്കൊക്കെ ആകുമ്പോൾ നമുക്കൊരു വളരെ എക്സാം ഓറിയൻറ്റഡ് ഷോർട്ടായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു അപ്രോച്ച് ഇവിടെ നമുക്ക് പോസിബിൾ അല്ല. ഓരോ സബ്ജക്റ്റും കുറച്ചും കൂടി ഡെപ്തിലാണ്. അതുകൊണ്ടാണല്ലോ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തട്ടിക്കൂട്ട് പഠനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി അക്കൗണ്ടിങ് ആവട്ടെ, QT പേപ്പർ ആവട്ടെ, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എസ്സേ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ വരുന്ന പ്രോബ്ലംസ് നല്ല രീതിയിൽ കവർ ചെയ്യണം. തിയറി ആണെങ്കിൽ നല്ല രീതിയിൽ കവർ ചെയ്യണം. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമുക്ക് പാസ്സാകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് പഠനം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ തോൽക്കുക. ഇൻറ്റേർണലും എക്സ്റ്റേണലും കൂടിയുള്ള പരിപാടിയല്ല, എക്സ്റ്റേണലിൽ മാത്രം പാസ്സാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠനം എത്രയും പെട്ടെന്ന് ആരംഭിക്കുക. ദെൻ അതിന് വേണ്ടിയുള്ള സപ്പോർട്ട്, പിന്നെ ഏതൊക്കെ രീതിയിലുള്ള പഠനമാണെങ്കിലും സ്മാർട്ട് സ്റ്റഡി അവിടെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ, എക്സാമിനേഷൻ ടിപ്സ്, ഓരോ സബ്ജക്റ്റിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് പലരും പറയുന്നുണ്ട് കോൺടാക്ട് ക്ലാസ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു, അവിടെ പോകുമ്പോൾ ശരിയാവണില്ല, ഇതൊക്കെ കൂടിയിട്ടാകെ കിളി പോയ പോലെ
ദെൻ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, കോൺടാക്ട് ക്ലാസ് അവസാനിക്കുന്നത് 24-ാം തീയതിയാണ്, എക്സാമിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയാണോ വന്നിട്ടുള്ള 19-ാം തീയതി ഇത് പോസ്റ്റ്പോൺ ചെയ്യുമോ? അപ്പോൾ നിങ്ങളിത് പറയാനുള്ളത് മാക്സിമം കുറച്ച് ദിവസം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സാധാരണ കോൺടാക്ട് ക്ലാസ് കഴിഞ്ഞിട്ടാണ് എക്സാം വരാറ്. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എങ്ങനെ പോയാലും നമുക്ക് അധികം ദിവസമൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ക്ലാസ്സസ് ഇപ്പോൾ ജോലിക്ക് പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ റെഗുലറായിട്ട് പഠിക്കുന്ന കോളേജിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് അവിടുത്തെ പ്രോപ്പർ ആവാത്ത കുട്ടികളുണ്ട്. സോ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മിനിമം കാര്യങ്ങൾ. ദെൻ പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള എന്താണ് അഡീഷണൽ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ എൻ്റെ സെപ്പറേറ്റ് വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. എങ്ങനെ പോയാലും നിങ്ങൾ എക്സാമിന് ഡിഗ്രിക്ക് കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഇപ്പോൾ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ സാധിക്കുള്ളൂ. ഹൈ മാർക്സിലോട്ടും എത്തിച്ചേരാൻ സാധിക്കും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സിസ്റ്റം എന്താണ്, വെയിറ്റേജ് എന്താണ്, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, ദെൻ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വരും വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.